കരിങ്കടലിൽ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണല്ലോ, എങ്ങനെ വിലയിരുത്താം? റോബിൻ, കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും ശരി, ഈ കരിങ്കടൽ ആയിട്ട് ബന്ധപ്പെട്ട് ഉക്രൈൻ്റെ മറ്റ് ചില ഭാഗങ്ങളിലൊക്കെ ഒരു കപ്പലാക്രമണം അല്ലെങ്കിൽ മിസൈൽ ആക്രമണം ഒക്കെ നടക്കുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു കപ്പൽ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു ചരക്ക് കപ്പലാണ്. അതിൽ മൊത്തം 15 ആൾക്കാരാണ് ഉള്ളത്. അതിൽ 13 പേരും ഇന്ത്യക്കാരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതി ഉള്ള അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് 13 ഇന്ത്യക്കാരടക്കം 13 ഇന്ത്യൻ നാവികരടക്കം 15 പേര് ഈ ചരക്ക് കപ്പലിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് കരിങ്കടലിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമായിട്ട് ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്നും അതുപോലെ ഉക്രൈൻ്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ മണിക്കൂറുകളിലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയിൽ ഈ കപ്പൽ പെട്ട് കിടക്കുകയാണ്. കപ്പലിന് മുന്നോട്ട് സഞ്ചരിക്കുവാനോ അല്ലെങ്കിൽ തിരിച്ചു വരുവാനോ സാധിക്കാത്ത വിധത്തിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നാവികരുടെ ഒരു സംഘടനയുണ്ട്. ആ നാവികരുടെ ഒരു സംഘടന ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുകയുണ്ടായി. ആ പോസ്റ്റിലൂടെയാണ് പുറലോകം ഈ ഒരു വിവരം അറിയുന്നത്. അതിൽ ഈ പോസ്റ്റിൽ അവർ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും കപ്പൽ കമ്പനികളുടെ ഭാഗത്തു നിന്നായാലും ഇന്ത്യൻ സർക്കാരിൻ്റെയും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഈ സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നത്. MV അമീർ 1 എന്ന കപ്പലാണ്. അതിലെ ജീവനക്കാരുമാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് ഈ ഭാഗത്ത്. അതായത് നാവികരുടെ സംഘടനയുടെ പേരെന്ന് പറയുന്നത് ഫോർവേഡ് സീമൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ സംഘടനയാണ് ഇപ്പോൾ ഈ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് ശരിക്കും വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. കരിങ്കടലിലും അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്ന മറ്റ് ഭാഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന കപ്പലുകളും ഇപ്പോൾ ഹോർമൂസിലെ വിഷയമാണെങ്കിലും വളരെ വലിയൊരു ഭീതി ജനിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാവികരുടെ ജീവൻ പണയപ്പെടുത്തി ഇത്തരം ഒരു നീക്കത്തിലേക്ക് കടക്കാൻ ഇപ്പോൾ കപ്പൽ കമ്പനികളൊക്കെ ഭയപ്പെടുകയാണ്. അതുപോലെ ജീവനായാലും അല്ലെങ്കിൽ ജീവനക്കാരുടെ കുടുംബങ്ങളാണെങ്കിലും വലിയൊരു ഭീതിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഇന്ത്യ ഗവൺമെന്റ് ആയാലും ശരി, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഇതുവരെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഈ കപ്പൽ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു പ്രതികരണം, ഔദ്യോഗികമായിട്ടൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഉക്രൈൻ അംബാസഡറെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നു. അതിന് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണത്തിനായിട്ട് ഈ കപ്പൽ ജീവനക്കാരും കപ്പലിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ആ നാവികരുടെ കുടുംബങ്ങളും ഒക്കെ കാത്തിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. എന്തായാലും പ്രതിസന്ധിക്ക് എത്രയും പെട്ടെന്ന് ഒരു അയവുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജോയ്സ്, ഇനി നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് വരികയാണ് എങ്കിൽ യുദ്ധത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഇറാൻ ചില ഭാഗങ്ങളിലേക്ക് ആക്രമണം നടത്തിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യ ഇപ്പോഴും സമാധാനത്തിനുള്ള ചർച്ചകളും നീക്കങ്ങളും ഒക്കെ നടക്കുന്നുവെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. ഇറാൻ പറയുന്ന യാതൊരു വിധത്തിലും ചർച്ചകൾക്ക് താങ്കൾ തയ്യാറല്ല. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ അമേരിക്കയുടെ ഒരു പ്രഹസനം മാത്രമാണ് എന്നാണ് ഇറാന്റെ പക്ഷം പറയുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ നടക്കുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ ചർച്ചകൾ നടക്കുന്നതിനോടൊപ്പം തന്നെ ഇറാൻ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ കഴിഞ്ഞ രാത്രികളിലൊന്നും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതും ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അമേരിക്ക ആക്രമിക്കാതിരിക്കുമ്പോൾ പോലും ഇറാന്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ടുള്ള വലിയ തോതിലുള്ള ആക്രമണമാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒക്കെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്കും അതുപോലെ മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുമൊക്കെ വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. അതായത് ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക്, ജോർദാനിലെയും അതുപോലെ ഖത്തർ, കുവൈറ്റ് പോലുള്ള രാജ്യങ്ങളിലെയും ഒക്കെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും സൗദിയുടെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെയുമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ രാത്രിയിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായത്. പക്ഷേ സൗദി വ്യക്തമായിട്ട് ഇന്നലെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതായത് ഇറാഖിൽ നിന്നും ഇറാന്റെ പിന്തുണയോടെ
പിന്തുണയുള്ള മിലിഷ്യ ഗ്രൂപ്പുകൾ വഴി നടത്തുന്ന ആക്രമണം, അത് പുതിയൊരു യുദ്ധമുഖം അല്ലെങ്കിൽ ഒരു ആക്രമണ ഏരിയ ഇപ്പോൾ തുറന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇതുവരെ ഇറാഖിൽ നിന്നും വലിയൊരു യുദ്ധം അല്ലെങ്കിൽ വലിയൊരു ആക്രമണത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഇറാഖിൽ നിന്നുമുള്ള ആക്രമണം സൗദിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് ശേഷം ഇന്ന് പുലർച്ചയോടുകൂടി സൗദി വളരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു. സൗദി സെൻകോമിന് ഒരു പിന്തുണയോടുകൂടി സൗദിയും സെൻകോമും അമേരിക്കൻ സെൻട്രൽ കമാൻഡും കൂടി ചേർന്നിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം ഇറാഖിലേക്ക് നടത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാഖിലേക്ക് എന്ന് പറയുമ്പോൾ ഇറാഖിന്റെ ജനവാസ പ്രദേശമൊന്നും അല്ല ലക്ഷ്യം വെച്ചിരിക്കുന്നത്. വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി തന്നെ വ്യക്തമായിട്ട് ഇറാന്റെ പിന്തുണയുള്ള മിലിഷ്യ ഗ്രൂപ്പുകൾ എവിടെയാണോ തമ്പടിച്ചിരിക്കുന്നത് എവിടെ നിന്നുമാണോ ആക്രമണം നടത്തിയിരിക്കുന്നത് വ്യക്തമായിട്ട് ആ ഒരു കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിൽ നിരവധി മരണങ്ങൾ സംഭവിച്ചു എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ ഔദ്യോഗികമായിട്ട് എണ്ണമോ അല്ലെങ്കിൽ നാശനഷ്ടമോ ഒന്നും തിട്ടപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുപോലെ മധ്യ പടിഞ്ഞാറൻ ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച മുഴുവൻ മിസൈലുകളും US-ന്റെ പാട്രിയറ്റ് സംവിധാനങ്ങളും അതുപോലെ പ്രതിരോധ സംവിധാനങ്ങളും ശക്തമായിട്ട് എതിർക്കുകയും തകർക്കുകയും ചെയ്തു. വിജയകരമായിട്ട് ചെറുത്തു നിൽക്കുവാൻ US സഖ്യസേനയ്ക്ക് സാധിച്ചു എന്നത് ആണ് ഇപ്പോൾ അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. അതായത് സെൻട്രൽ കമാൻഡാണ് അറിയിച്ചിരിക്കുന്നത്. ആളപായമോ നാശനഷ്ടങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് സെൻട്രൽ കമാൻഡ് എടുത്തു പറയുന്നുണ്ട്. അതായത് അമേരിക്കയുടെ ബേസുകളുള്ള എല്ലായിടത്തും തന്നെ കനത്ത ആക്രമണം, പ്രത്യേകിച്ച് ജോർദാനിലേക്ക് കനത്ത ആക്രമണമാണ് ഇറാൻ കഴിഞ്ഞ രാത്രിയിൽ നടത്തിയത്. അപ്പോൾ ഈ ആക്രമണങ്ങളിലൊന്നും കനത്ത ആൾനാശമോ അതുപോലെ നാശനഷ്ടങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ മിസൈലുകളും അത് തകർക്കാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ അവിടെ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു വാദം വരികയാണ്. അതായത് ഈ വാദം, അതായത് സെൻട്രൽ കമാൻഡ് എല്ലാം തകർത്തു എന്നുള്ള ഈ ഒരു വാദം ഇറാൻ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. ഇറാന്റെ മാധ്യമങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. എന്നിട്ട് അതിനുശേഷം പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഈ ചില കേന്ദ്രങ്ങളിൽ, ചില സൈനിക താവളങ്ങളിൽ വ്യക്തമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ മിസൈലുകൾക്ക് സാധിച്ചു എന്നാണ് ഇറാന്റെ മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ സൗദിയിലേക്ക് പോവുകയാണെങ്കിൽ സൗദിക്ക് നേരെയും വളരെ ശക്തമായിട്ടുള്ള, ഈ ജോർദാൻ പോലുള്ള രാജ്യങ്ങൾക്ക് പുറമെ സൗദിയിലേക്കും വളരെ ശക്തമായിട്ടുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. സൗദി എന്ന് പറയുന്ന ഒരു രാജ്യം നമുക്കറിയാം കൂടുതലും എണ്ണ വിൽപ്പന നടത്തുന്ന ഒരു രാജ്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അപ്പോൾ അതുപോലെ അരാംകോ പോലുള്ള വലിയ എണ്ണ കമ്പനികളുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഈ എണ്ണ കമ്പനികൾക്ക് നേരെയും എണ്ണ സംഭരണശാലകൾക്ക് നേരെയുമാണ് ഇപ്പോൾ ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ രാത്രിയിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്, അതും വളരെ ശക്തമായിട്ടുള്ള ആക്രമണമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന് അല്ലെങ്കിൽ ഏത് വിധേനയും മറുപടി നൽകുമെന്ന് സൗദി ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അതുപോലെ ഇറാഖിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള ആക്രമണം സൗദിയിലേക്ക് ഉണ്ടാവുകയും ഇന്ന് പുലർച്ചയോടുകൂടി ഇറാഖിലേക്ക് വളരെ ശക്തമായിട്ട്, കഴിഞ്ഞ കുറച്ച് മുൻപ് ഞാൻ സൂചിപ്പിച്ച പോലെ ഇറാഖിലേക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി സൗദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതുപോലെ സൗദി വിദേശകാര്യ മന്ത്രാലയം ഒരു ആവശ്യവുമായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതായത് ഇറാഖിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, ഇറാഖിന്റെ മണ്ണിൽ നിന്നും തീവ്രവാദത്തെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുവാനായിട്ട് ഇറാഖ് തയ്യാറാകണം. അതുപോലെ ഇറാഖിന്റെ മണ്ണിൽ നിന്നും സൗദിക്കെതിരെ ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടപടികളും ഇറാഖ് എടുക്കണം. ഇറാഖ് അതിന് തയ്യാറായിട്ടില്ല എങ്കിൽ പൂർണ്ണമായിട്ടും തിരിച്ചടിക്കുന്ന രീതിയിലേക്ക് സൗദി നീങ്ങും, അല്ലെങ്കിൽ സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന നീങ്ങും എന്നുള്ളൊരു മുന്നറിയിപ്പും ഒരു ആവശ്യവും ഒക്കെ ആയിട്ട് സൗദി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ മൊത്തത്തിൽ ഒരു ചിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ വളരെ ശക്തമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷത്തു നിന്നും, ഒരു സൈഡിൽ നിന്നും വളരെ ശക്തമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറുവശത്ത് ഇപ്പോഴും ചർച്ച എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ചിത്രം ഇപ്പോൾ ലഭിക്കുന്നില്ല. അതിന് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച നടക്കുന്ന റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രിയും അതുപോലെ സെലൻസ്കിയും ഒക്കെ ആയിട്ട് ഒരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ കൂടിക്കാഴ്ചയുടെ വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ അതിന് ശേഷം എന്താണ് ഇനി വരാൻ പോകുന്നതെന്നോ ഉള്ള റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നത് പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്.
ഇറാന്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരിക്കുകയാണ്. അത് സൗദിയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യസ്ഥാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തൊട്ടുള്ള ഒരു അഭ്യൂഹം ആണ്. ഈ മേഖലയിൽ പശ്ചിമേഷ്യ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ ആരാണ് ഒന്നാമൻ എന്നുള്ളൊരു തർക്കം സൗദിയും അതുപോലെ ഇറാനും തമ്മിൽ നിലനിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ അതിന് ഒരു ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ ഈ ഒരു തർക്കം എത്തിയിരിക്കുന്നു എന്നൊരു സംശയം നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് സൗദിക്ക് ഒരു മേൽക്കോയ് ഇപ്പോൾ ഉള്ള രീതിയിലാണ് ഈ പശ്ചിമേഷ്യ നിലനിൽക്കുന്നത്. പശ്ചിമേഷ്യയിലെ മറ്റ് ഇസ്ലാമിക് രാജ്യങ്ങളായാലും ശരി ഈ സൗദിയുടെ ഒരു മേൽക്കോയ്മയുടെ കീഴിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇറാൻ ശ്രമിക്കുന്നത് മറ്റ് രാജ്യങ്ങളെല്ലാം നശിപ്പിച്ച് അവിടെ ഇറാൻ ഒരു മേൽക്കോയ് നേടുന്ന തരത്തിലേക്ക് എത്താനാണോ എന്നുള്ളൊരു സംശയം ചില നിരീക്ഷകരെങ്കിലും മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. റോബി, ജോയ്സെ, മറ്റൊരു കാര്യം നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും അമേരിക്കയിൽ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. എങ്ങനെയാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്? എന്ത് ആണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുക? തീർച്ചയായിട്ടും ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് ലഭ്യമായിട്ടില്ല. അതായത് ചർച്ചയുടെ വിശദ വിവരങ്ങൾ നമുക്ക് പുറത്ത് വന്നിട്ടില്ല, പുറത്ത് നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ ഇനിയിപ്പോൾ ഈ ചർച്ചയ്ക്ക് ശേഷം ഉക്രൈൻ ഓൾറെഡി ഒരു യുദ്ധത്തിലാണ്. ആ ഒരു യുദ്ധത്തിന്റെ ഒരു പങ്ക് അല്ലെങ്കിൽ ഒരു ശാഖ ഒരു പക്ഷേ പശ്ചിമേഷ്യയിലേക്ക് നീളാനുള്ള ഒരു സാധ്യത പലരും വിലയിരുത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ സെലൻസ്കിയും ഈ ഒരു കൂടിക്കാഴ്ചയിലുണ്ട്, അതുപോലെ നെതന്യാഹുവും ഇപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ചയിലുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് ഒരു യുദ്ധത്തിൽ പ്രധാനമായിട്ടും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 3 രാജ്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. അപ്പോൾ ഈ ലോകത്തിന്റെ 2 വശത്തായിട്ട് നടക്കുന്ന യുദ്ധമാണ് എങ്കിൽ പോലും യുദ്ധം എന്നത് ഇപ്പോൾ ഭൂമിയിൽ പ്രധാനമായിട്ടും നടക്കുന്ന 2 മേഖലയിലെ ആൾക്കാരാണ് ഈ ചർച്ച നടത്തുന്നത്, ഈ കൂടിക്കാഴ്ച നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യത അത് പലരും വിലയിരുത്തപ്പെടുന്നുണ്ട്. നമ്മൾ പറയുന്നതിന് പുറമെ മറ്റ് വ്യക്തമായിട്ടുള്ള അന്താരാഷ്ട്ര നിരീക്ഷകരുമൊക്കെ പറയുന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ്. അതുകൊണ്ട് ഈ കൂടിക്കാഴ്ചയുടെ വിശദ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ എന്തൊക്കെയോ നീക്കങ്ങൾ പിന്നണിയിൽ നടക്കുന്നു എന്നത് വ്യക്തമാണ്. ഇപ്പോൾ ഇത്രയും ദിവസം ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായിട്ടും ചെറുക്കുന്നതല്ലാതെ തിരിച്ചടിക്കാൻ അമേരിക്ക ഇപ്പോൾ കാത്തിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ വലിയൊരു അടിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിലും സെലൻസ്കി ഈയിടെ ഡ്രോണുകളുമായി പോയിട്ടുള്ള ഒരു റഷ്യയിലേക്ക് ഡ്രോണുമായി കടക്കാൻ ശ്രമിച്ച ഒരു ഉക്രൈൻ കപ്പൽ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഒക്കെ ആയിട്ട് ചെങ്കടൽ ഇപ്പോൾ തിരക്ക് ആകുന്ന ഒരു സാഹചര്യം ഇന്ന് കുറച്ച് മുൻപ് നമ്മൾ സൂചിപ്പിച്ച ആ ഒരു കപ്പലിന്റെ പ്രശ്നമൊക്കെ ആയിട്ട് വിലയിരുത്തുകയാണെങ്കിലും ഈ യുദ്ധങ്ങൾ നീണ്ടു പോകാതെ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് ലോകത്തിന്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. അതായത് പശ്ചിമേഷ്യയിലായാലും ശരി ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്നു. ചെങ്കടലാണെങ്കിലും ലോകത്തെ മുഴുവൻ ബാധിക്കുന്നു. അതുപോലെ ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധമാണെങ്കിലും കരിങ്കടൽ പോലുള്ള പ്രദേശങ്ങളിൽ വെച്ച് മറ്റ് രാജ്യങ്ങളെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നു. അതുപോലെ ഈ നാറ്റോ രാജ്യങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇത് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ലോകം മുഴുവനും വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വേൾഡ് വാർ 3 അതിലേക്കാണോ ലോകത്തിന്റെ പോക്ക് എന്നത് വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. റോബിൻ, ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന എന്തൊക്കെയാണ് കൂടിക്കാഴ്ചയിലെ തീരുമാനങ്ങൾ എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജോയ്സ് മാത്യു ആണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.